ഹായ് ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. സോ ഇത് നമ്മൾ ഞാൻ എടുത്തായിരുന്നു ഇന്ന് 1:2 എടുത്തതാണ്. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഫസ്റ്റ് നമ്മൾ എങ്ങനെ എടുത്താന്ന് വെച്ചാൽ സിസ് മാനിപ്പുലേഷൻ ആൻഡ് റിവേഴ്സൽ. സോ എൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓറഞ്ച് കണ്ടോ, ഈ ഓറഞ്ച് ലൈൻ, അതായത് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലൈക്ക് ഓൺ ദ ബിഗ് ഫ്രെയിം. ഇപ്പം നമുക്ക് മാർക്കറ്റ് ബെയറിഷാണ് കണ്ടോ, ഇവിടെ വലിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഇത്രയും വലിയ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് ഫിൽ ആയിട്ടുണ്ട് കണ്ടോ, ഇവിടെ 1 അവർ 1 ഡേ. ഓക്കെ, അവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ദെൻ യു ക്യാൻ സീ ഹിയർ ദാറ്റ് ഇവിടെ റെസ്പെക്ട് ചെയ്തു, പിന്നെ താഴെ പോയി. സോ ഞാൻ ഇന്ന് ട്രേഡ് ചെയ്യണ സമയത്ത് ജസ്റ്റ് ഇങ്ങനെ മേലോട്ട് പോയി റെസ്പെക്ട് ചെയ്യാൻ തോന്നിയായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു കാണിച്ചത്. അതായത് ഈ മാർക്കറ്റ് കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് ഇതാണല്ലോ ഇന്നത്തെ ദിവസം, അപ്പോൾ ഈ മാർക്കറ്റ് ഇവിടെ എത്തിക്കായിരുന്നു. സോ എനിക്ക് അറിയായിരുന്നു ലൈക്ക് ഇതെന്തായാലും ഇവിടെ എത്തില്ല, കാരണം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ കേസ് ഓക്കെ സ്വീപ്പ് ചെയ്യാൻ നോക്കുന്നത്, ഏറ്റവും എളുപ്പമുള്ള വകയാണ് നോക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഹൈ റെസിസ്റ്റൻസ് ഡ്രോസ് ഓൺ ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ഇവിടെ എത്താൻ മുമ്പ് കുറച്ചെങ്കിലും ചോപ്പിനെസ് ഉണ്ടാവും, താഴത്തോട്ട് മേലോട്ട് കുറച്ച് സ്വീപ്പൊക്കെ ആയിട്ട് മുന്നോട്ട് പോണത്. സോ ആ ഒരു കോൺസെപ്റ്റിലാണ് അഡ്വാൻറ്റേജ് എടുത്തത്. ഇപ്പോൾ 4 അവർ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ എന്തായാലും ഇത് സ്വീപ്പായി കഴിഞ്ഞു. ഇവിടെ എത്തണയാണോ നല്ലത് അതോ റെസ്പെക്ട് ചെയ്തിട്ട് മേളിൽ പോകുന്നതാണ് അർത്ഥം. ബട്ട് ഇതിപ്പോൾ ഇതുപോലെ പോകുന്നുണ്ട്. സോ ഇത് ആ സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. സോ ഇറ്റ് വാസ് ലൈക്ക് ഇവിടെ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ പോവായിരുന്നു. സോ എനിക്ക് കുറച്ച് ട്രിക്കി ആയിരുന്നു, ബട്ട് ഐ ജസ്റ്റ് ഫിഗർഡ് ഔട്ട്. സോ ഇനീഷ്യലി എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ S&P 500 എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഷോർട്ടിനകത്ത് ഇവിടെ ഒരു S&P ഡൈവേർജൻസ് ഉണ്ടായി. ബട്ട് റൈറ്റ് നൗ ഈ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മാനിപ്പുലേഷൻ ആൻഡ് റിവേഴ്സൽ കണ്ടോ, മാനിപ്പുലേറ്റ് ചെയ്തു, ജസ്റ്റ് ഗ്രാബ് ദ ലിക്വിഡിറ്റി റൈറ്റ് ഹിയർ ആൻഡ് ജസ്റ്റ് റിവേഴ്സ്. സോ ലിക്വിഡിറ്റിയെ കുറിച്ച് പഠിക്കുവാണെങ്കിൽ ഞാൻ പ്രീവിയസ്ലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ കാണുക, ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും എങ്ങനെയാണ് സംഭവം. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് 2. ദിസ് ഇസ് മാനിപ്പുലേഷൻ ആൻഡ് റിവേഴ്സൽ. ചിലത് മാനിപ്പുലേറ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യും, ബട്ട് ദിസ് വൺ ഈസ് റിവേഴ്സൽ, നോക്കുമ്പോൾ റിവേഴ്സായി. സോ 1 അവർ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ഞാൻ എന്തായാലും എൻ്റെ TP ഇവിടെ സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ, കാരണം എനിക്ക് 1:2 മാത്രം ഫോക്കസ് ചെയ്യണ്ടായുള്ളൂ. സോ എനിക്ക് അത്ര മതിയായിരുന്നു. ഇതുവരെ ഫോക്കസ് ചെയ്യണ്ടെങ്കിൽ ഇതിപ്പോൾ ഇത്ര നേരം നിൽക്കേണ്ടി വന്നതന്നെ, ബട്ട് എനിക്ക് ഇത്രയും മതിയായിരുന്നു, ലൈക്ക് ഗ്രീഡി ആയില്ല. ദെൻ ഇവിടെ ഞാൻ ഇവിടെ ആയിരുന്നു ലൈക്ക് ദ ലാസ്റ്റ് വൺ. ഇത് കഴിഞ്ഞിട്ട് ഹൈ റെസിസ്റ്റൻസ് ലോസ് ഓൺ ലിക്വിഡിറ്റി ആയിരുന്നു. ഇപ്പോൾ ചാൻസസ് ആർ ലോ, കാരണം എൻ്റെ ഒരു കോൺസെപ്റ്റ് വെച്ച് വരുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ സ്വീപ്പായിട്ട് മേളിൽ പോയിരിക്കുന്ന വിചാരിച്ചത്. അപ്പോൾ നമ്മൾ അതിനു മുമ്പ് തന്നെ ട്രേഡ് ചെയ്ത് ഇവിടെ TP ഹിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ സേഫായി. സോ അതായിരുന്നു എൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് 1 അവർ കഴിഞ്ഞ് ഇപ്പോൾ 5 മിനിറ്റ് പോകുമ്പോൾ തന്നെ നമുക്കറിയാം കോൺഫ്ലുവൻസ് എന്തായാലും ഇപ്പോൾ മേലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് വലുതായിട്ട്. ഓക്കെ, സോ ഇവിടെ മാനിപ്പുലേറ്റ് ആയി. ദെൻ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ, 5 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, അത് ഇൻവേഴ്സ് ചെയ്തു. ആ ഗ്യാപ്പിനെ ഇൻവേഴ്സ് ചെയ്യുമ്പോൾ തന്നെ ദിസ് ഇസ് ഗോൺ ബി ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ബട്ട് ഇവിടെ ട്രിക്കി ആയിരുന്നു, കാരണം ഈ ഭാഗം കണ്ടോ, ഇതിപ്പോൾ ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിട്ടില്ല, ഇറ്റ്സ് സ്റ്റിൽ എ ഫെയർ വാല്യൂ ഗ്യാപ്പ്. സോ ഒരു ക്യാൻഡിലും കൂടി നോക്കേണ്ടി വന്നു. സോ ഇപ്പോഴാണ് കൃത്യമായിട്ട് ഒരു ഗ്യാപ്പ് ഇൻവേഴ്സ് ആയത്. ബട്ട് ഇറ്റ് വാസ് ടു ലേറ്റ് റൈറ്റ്. സോ കുറച്ചുകൂടി കോൺഫിഡൻസ് വേണ്ടി വന്നായിരുന്നു. സോ എനിക്ക് ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് കഴിഞ്ഞ് ഇവിടെയാണ് ക്ലോസ് ചെയ്ത് വന്നത്. ദെൻ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് പിന്നെ ഇൻവേഴ്സ് ആയി. സോ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ട് വന്നു, പിന്നെ ഒരു ഗ്യാപ്പും കൂടി ഇൻവേഴ്സ് ആയി. ദെൻ ഇവിടെ കണ്ടോ, ഇവിടെ ഈ ഗ്യാപ്പ് ഇൻവേഴ്സ് ആയതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ താഴത്തോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, മാക്സിമം ഇവിടെ ആയിരിക്കും എൻ്റെ ഒരു ഫസ്റ്റ് TP, ലൈക്ക് TP എന്നല്ല, ഇവിടെ എത്തുമ്പോൾ തന്നെ ഞാൻ ബ്രേക്ക് ഇവൻ ആക്കുമായിരുന്നു. ഇവിടെ ആക്കുകയും ചെയ്തു. ദെൻ ഇവിടെയാണ് മെയിൻ ഫോക്കസ്. സോ അപ്പോഴാണ് നമുക്ക് 1:2 കിട്ടുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഇൻവേഴ്സ് ആകുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ട്രേഡ് എടുത്തു. ഇവിടെ നിന്ന് ടേക്ക് സ്റ്റോപ്പ് ലോസ് റൈറ്റ് അബൌവ് ഹിയർ, ഇവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ്. ഇത് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് മൈ കോൺസെപ്റ്റ് വാസ് റോങ്. ഇവിടെ ഒരു വലിയൊരു ക്യാൻഡിൽസ്റ്റിക്ക് വന്നായിരുന്നു. സോ മിക്കവാറും ഞാൻ വിചാരിച്ചു കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചു. ബട്ട് യു ടേക്ക് ദ ട്രേഡ്, വിൻ ഓർ ലൂസ്, ഓക്കെ, ലൈക്ക് സ്ട്രാറ്റജി അപ്ലൈ ഉണ്ട്. ദെൻ ഐ ടുക്ക് ദ ട്രേഡ്. ദെൻ വാട്ട് ഹാപ്പൻഡ്, അടുത്ത ക്യാൻഡിലാകുമ്പോൾ തന്നെ അതേപടി താഴത്തോട്ട് വന്നു, പിന്നെ താഴത്തോട്ട് പോയി, പിന്നെ മുന്നോട്ട് വന്നു, പിന്നെ ഒറ്റയടിക്ക് താഴത്തോട്ട് പോയി. ഇവിടെ എനിക്ക് ലൈക്ക് ടേക്ക് പ്രോഫിറ്റ്, ഇവിടെ ബ്രേക്ക് ഈവൻ ആക്കണ മുമ്പ് തന്നെ ഇവിടെ എത്തിയായിരുന്നു, ടേക്ക് പ്രോഫിറ്റ് ആയി. സോ അങ്ങനെയാണ് സംഭവം. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ
ചില ആൾക്കാർ തോന്നിയിട്ടുണ്ടാവും ലൈക്ക് നമുക്ക് ഇവിടെ ബ്രേക്ക് സ്ട്രക്ചറായി മേട്ടു പോയിരുന്നു. ബട്ട് യു സീ ദ ഇമ്പോർട്ടൻസ് റൈറ്റ്. ലിക്വിഡിറ്റി സ്വീപ്പ് കണ്ടോ? നമുക്ക് എന്തായാലും 1 മണിക്കൂറൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ സാധാരണ 1 മണിക്കൂറേ ട്രേഡ് ചെയ്യാറുള്ളൂ. ലൈക്ക് ആ ഗ്യാപ്പ്, ആ ഒരു ചെറിയൊരു ന്യൂയോർക്ക് സെഷൻ ഓപ്പണിലേക്ക് നോക്കുന്നത് 1 അവർ, ദാറ്റ്സ് ഇറ്റ് മാക്സ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തായാലും 1 മണിക്കൂർ ക്യാൻഡിൽ സ്റ്റിക്കിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല. സോ ഇത് കണ്ടോ, ലൈക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കറക്റ്റ് നല്ല ബ്യൂട്ടിഫുൾ സ്വീപ്പ് ആയിട്ടുണ്ട്. ലൈക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ എങ്ങാനും ഇവിടെ വരയ്ക്ക് എടുക്കുവാണെങ്കിൽ നിങ്ങൾ പൊട്ടിയാണ്. കാരണം ഇവിടെ ഓക്കെ പെട്ടെന്ന് സ്വീപ്പ് ചെയ്തേനെ, ബട്ട് ഓർഡർ ഫ്ലോ ഇസ് ബെയറിഷ്. കണ്ടോ, ഇത് വലിയൊരു ക്യാൻഡിൽസ്റ്റിക് വന്നിട്ടുണ്ടോ? ഈ വലിയൊരു ചെറിയൊരു ബിൽഡപ്പ് വന്നിട്ടുണ്ട്, ബട്ട് ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നെയാണ്. മനസ്സിലായോ? വലിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. സോ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഇതായിരിക്കും. സോ ഇവിടെ ഡേഞ്ചറാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എങ്ങാനും നീ ബുള്ളിഷ് പോവാണെങ്കിൽ എടുക്കത്തില്ല. കാരണം ഇത് കണ്ടോ, ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എടുത്തെങ്കിൽ ഇപ്പം ബുള്ളിഷ് എടുക്കുവാണെങ്കിൽ ഇവിടെ ജയിച്ചെന്നേനെ. ബട്ട് ഐ ഡിഡ് ഇറ്റ് ബിക്കോസ് സംഭവം എപ്പോഴും റിവേഴ്സ് ആവാൻ. കണ്ടു, ഇവിടെ വരാം, ചിലപ്പോൾ ഇവിടെ വരെ എത്തിയിട്ട് റിവേഴ്സ് ആകാം. കാരണം ഇപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കണ്ടു, ഇത് പെർഫെക്റ്റ് സ്വീപ്പാണ്. കാരണം ഇതെടുത്തില്ല. സോ ഇതായിരുന്നു എടുത്തിട്ടുണ്ട്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ഇതിപ്പോൾ എങ്ങാനും ഞാനിത് പിടിച്ചിരുന്നാൽ ആലോചിച്ച് നോക്കിയേ ഇത്ര ഉണ്ടായാലേ. പക്ഷെ നമ്മൾ ഒരിക്കലും ഗ്രീഡി ആയിരിക്കരുത്. ഓക്കെ, നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യാൻ 1:2 ആണ്. അതിൻ്റെ മുകളിലില്ല, താഴത്തുമില്ല. അപ്പോൾ ഇതിപ്പോൾ കിട്ടി ലൈക്ക് ലോജിക്കലി ലൈക്ക് നെക്സ്റ്റ് ഹൈസ്. ഓക്കെ, ഇപ്പോൾ ഞാൻ 1:2 എന്ന് പറഞ്ഞാൽ ഇത്ര ആക്കണം എന്ന് വരാൻ നിർബന്ധമില്ല. ലൈക്ക് അടുത്ത ഹൈസ് ഏതാണ് അതിൻ്റെ അടുത്തായിട്ട് തന്നെ, ദാറ്റ്സ് യുവർ TP. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ഇത്രയും ഫോക്കസ് ചെയ്യാമായിരുന്നു. ബട്ട് ഐ ഡിഡ്ന്റ്. That's part of the strategy, guys. So you need to follow it. And don't forget to subscribe and like the video and stay tuned. So yeah, thank you for watching.